സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേൽ രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നാലോ ഞങ്ങളെല്ലാവരെയും ജീവനും രക്ഷയുമായി ഭവിക്കണം. ഞങ്ങളുടെ കരുണ തോന്നണമേ. ബഹുമാനപ്പെട്ട കോൺഗ്രസ് ബഹുമാനപ്പെട്ട വൈദിക സെക്രട്ടറി, സഹോദരന്മാർ, ഒരിക്കൽ കൂടെ മലങ്കര സഭയുടെ രക്തസാക്ഷികളായ രണ്ട് വ്യക്തികളെ നാം സ്മരിക്കുന്ന ഒരു ദിവസം. മലങ്കര സഭയിൽ ഈ പരിശുദ്ധ ദേവാലയത്തിലെ രണ്ട് മനുഷ്യജീവൻ ദൈവമുൻപാകെ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരെ രണ്ടുപേരെയും ഒരു കാലത്തും മലങ്കര സഭയ്ക്ക് മറന്നു പോകാനായിട്ട് സാധിക്കുകയില്ല. സഭയുടെ നിലനിൽപ്പിനും സത്യത്തിനും അവർ നിലനിന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്രകാരം സംഭവിച്ചത് എന്ന് സ്മരിക്കുകയാണ്. തീർച്ചയായും മനുഷ്യരക്തം നിലവിളിക്കുന്ന ഒരു ഇടവകയായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജീവൻ കൊടുക്കുവാൻ അധികാരമുള്ള ഒരാൾക്ക് മാത്രമേ ജീവൻ തിരിച്ചെടുക്കുവാനായിട്ട് അവകാശമുള്ളൂ എന്ന് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ മനുഷ്യൻ്റെ പ്രത്യേക സ്വഭാവത്തിൻ്റെ പ്രത്യേകത നിമിത്തമായിട്ട് പലപ്പോഴും മനുഷ്യൻ്റെ ജീവനെ തന്നെ തിരിച്ചെടുക്കുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. അത് ശരിയാണ്. പക്ഷേ സത്യവും നീതിയും വിളിച്ചു പറയുമ്പോൾ അത് അസഹനീയമായി തോന്നുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുവാൻ അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും പ്രചോദനമുണ്ടാകും. എന്തായിരുന്നാലും മലങ്കര വർഗീസ് എന്നറിയപ്പെടുന്ന ടി.എം. വർഗീസും അതുപോലെ തന്നെ മിസ്റ്റർ ഓനാനുമൊക്കെ കുറിയാക്കോസ് എന്ന് പറയുന്ന ആ ഇടവകയിലെ അംഗവും രണ്ടുപേരും രണ്ട് സന്ദർഭങ്ങളിലെ ജീവൻ ബലിയർപ്പിച്ചവരാണ്. മലങ്കര സഭ എപ്പോഴും നിയമവും സത്യവും നീതിയും പാലിക്കണമെന്ന് നിഷ്കർഷയുള്ള ഒരു വിധത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നുവെന്നും മാർത്തോമാ ശ്ലീഹയുടെ സഭ സ്ഥാപിച്ചുവെന്നും നാം വിശ്വസിക്കുകയും അതനുസരിച്ച് കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. 2000 വർഷം പഴക്കമുള്ള സഭയാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ
അത് വളരെയധികം ദുഃഖകരമായിട്ട് പോകുന്നു. സഭയിൽ തർക്കങ്ങളുണ്ടാകും, സമൂഹം എവിടെയുണ്ടോ അവിടെ തർക്കങ്ങളുണ്ടാകും. തർക്കങ്ങളുണ്ടാകുമ്പോൾ അതാത് രാജ്യങ്ങളിലുള്ള നിയമ സംവിധാനം എന്താണെങ്കിൽ അതിലാശ്രയിച്ച് അതിനെ അനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ് ഏതൊരു രാജ്യത്തിലെയും പൗരൻ്റെ ചുമതല. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ അത് അനിഷ്ടമായി തോന്നുന്ന വിഭാഗങ്ങളും ഉണ്ടാകും. പക്ഷേ മർത്തോമ സഭയിലെ മർത്തോമ ശ്രീക സ്ഥാപിച്ച മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നാം പലപ്പോഴും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വേദനകളും അനുഭവിച്ചിട്ടേയുള്ളൂ. ഏതെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും തളർന്നു പോകാതെ തന്നെ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ ജീവിതവും അപ്രകാരം തന്നെയായിരുന്നു. ക്രിസ്തു കൊല്ലപ്പെട്ടതും നിലവിലുള്ള സംവിധാനങ്ങളിലുള്ള അപര്യാപ്തതകളും അതിലെ മാലിന്യങ്ങളും ദുഷിപ്പുകളുമൊക്കെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ടപ്പോഴാണ് അന്നത്തെ സമൂഹം ക്രിസ്തുവിനെ ഉന്മൂലനം ചെയ്യുന്നത്. അത് നിലവിലുള്ള അന്നത്തെ മത സിദ്ധാന്തങ്ങൾക്ക് എതിരായിട്ടാണെന്ന് വ്യാഖ്യാനിക്കുകയും അദ്ദേഹം കുരിശിൽ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ധാരാളം ബലിയർപ്പണങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യത്തെ 3 നൂറ്റാണ്ടുകാലത്തോളം സഭയിൽ ധാരാളം പീഡനങ്ങളും അനേക മനുഷ്യജീവൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രക്തസാക്ഷികളാണ്. അനേക രക്തസാക്ഷികൾ ക്രിസ്തീയ സഭയ്ക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാരതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറവാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ കുന്തത്താൽ കുത്തപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നാണ് താല്പര്യം പറയുന്നത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിൻ്റെ നിലനിൽപ്പിനായി ഇപ്രകാരമുള്ള രക്തസാക്ഷികൾ ധാരാളമുണ്ട്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ദുഃഖകരമാണ്. പക്ഷേ അതങ്ങനെ സംഭവിച്ചു. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ ഓർക്കുകയും ദൈവസന്നിധിയിൽ അവർക്ക് ഒരു വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. അതാണ് തിരുവഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള പ്രതിസന്ധികളോ പീഡനങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നാലും പരമാവധി സഹിക്കുകയും സത്യത്തിൻ്റെയും നീതിയുടെയും പാത ഉപേക്ഷിക്കാതെ മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്നുള്ള നമ്മളെല്ലാവരുടെയും ചുമതലയാണ്. ആ വിധത്തിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് ഓർപ്പിക്കാനുള്ളൂ. ഈ വർഷവും മലങ്കര വർഗീസ് എന്ന് അറിയപ്പെടുന്ന ആ രക്തസാക്ഷിയുടെയും അതുപോലെ തന്നെ മിസ്റ്റർ കുര്യാക്കോസിൻ്റെയും ഒക്കെ ഓർമ്മ നടത്തുവാൻ തക്കവണ്ണം ദൈവം അവസരമൊരുക്കി ആ ഓർമ്മ പുതുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ദൈവത്തിൽ നടന്നു പോകാതെ നന്മയുടെ പാത പിന്തുടർന്ന് മുമ്പോട്ട് പോകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവസ്വരമുണർത്തണമേ കവറിന്നു ധ്യാനത്തിനായി സോമൻ കാലസ്കുരേലായിസോം
നിന്നധികാരം താനെങ്ങും ശ്ലീഹായ ജീവിതരേക്കാതൻപാൽ മുക്തി മൃതർക്കേകാം വരയ്ക്കും മൃതജീവ പ്രദനെ കവറി നേറ്റിടുമോനെ നിന്ദേശകതാതനുമാമനൻ റുഹായ്ക്കും ഹാലേലൂയ്യ രാജ്യം മേലേലുവാതരേ Sivasaram!